നാടിന് നരകം സമ്മാനിച്ച് ഏതോ സ്വർഗത്തിന് വേണ്ടി കാത്തിരിക്കുന്നവരാണ് ലീഗുകാർ. ലീഗിന് കൊടുക്കുന്ന ഓരോ വോട്ടും RSSന് നൽകുന്നതിന് തുല്യം ആണെന്ന് പറഞ്ഞിരിക്കുന്ന വ്യക്തി നിങ്ങളെല്ലാവരും കണ്ടു കാണും. പി സരിനാണ്. ഈ പി സരിൻ 2021 നിയമസഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് ഒറ്റപ്പാലത്ത് UDFന്റെ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയായിരുന്നു. അന്ന് ഒറ്റക്കെട്ടായി ഒറ്റപ്പാലം എന്ന ക്യാമ്പയിനിങ്ങോട് കൂടി സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിക്കപ്പെട്ട അന്ന് തന്നെ പാലക്കാട് സയ്യിദ് ഹൈദരലി ശിഹാബ് തങ്ങളുടെ കാലിൽ പോയി തൊട്ട് വീണ് വന്നിച്ച് 4 വീട് വോട്ടിന് വേണ്ടി കാല് നക്കിയതിന്റെ ഫോട്ടോയാണ് നിങ്ങൾ തംബ്നെയിലിൽ കണ്ടത്. ഈ 2 ഫോട്ടോകളും ഇവിടെ, ഒന്ന് ഈ പറഞ്ഞ സരിന്റെ വാക്കുകളും മറ്റൊന്ന് ഹൈദരലി തങ്ങളുടെ കാല് തൊട്ട് വന്നിക്കുന്ന ഈ സരിന്റെ ഈ ഫോട്ടോയും ഇവിടെ വെക്കണമെന്ന് ഞാൻ അതിയായി ആഗ്രഹിച്ചു പോയി. അതിനുള്ള കാരണം എന്ന് പറയുന്നത് ഈ സരിൻ എന്ന് പറയുന്ന ഈ ചെറ്റയുടെ ചെറ്റത്തരമാണ്. ഈ ചെറ്റയെ ഞാൻ ചെറ്റ എന്ന് തന്നെ വിളിക്കും. അതിൽ നിങ്ങൾ ആരൊക്കെ ആലോചനപ്പെട്ടിട്ടും ഒരു കാര്യവുമില്ല. കാരണം ചെറ്റയെ ചെറ്റ എന്നല്ലാതെ മറ്റെന്ത് വിളിക്കാനാണ്? ഇവനെ വിളിക്കാൻ ആ വാക്ക് മതിയാവില്ല എന്ന് എനിക്ക് നന്നായിട്ടറിയാം. അതിനപ്പുറത്തേക്കുള്ള വാക്കുകൾ എനിക്കറിയാഞ്ഞിട്ടുമല്ല. ബട്ട് ഞാൻ അതൊന്നും ഇവിടെ പ്രയോഗിക്കുന്നില്ല. ഇവന്റെ രാഷ്ട്രീയ പാരമ്പര്യം എന്താണ്? ഇവൻ ഒരു സിവിൽ സർവീസിൽ നിന്ന് രാജിവെച്ച് രാഷ്ട്രീയ പ്രവർത്തനത്തിലേക്ക് കടന്നു വന്ന വ്യക്തിയാണ്. കടന്നു വന്ന ഉടനെ തന്നെ കോൺഗ്രസ് വലിയ സ്ഥാനമാനങ്ങളും നൽകിയെന്ന് മാത്രമല്ല, തൊട്ടടുത്ത വർഷം നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 2021 തെരഞ്ഞെടുപ്പിൽ ഒറ്റപ്പാലത്ത് UDFന്റെ സ്ഥാനാർത്ഥിയായി ഇവനെ മത്സരിപ്പിക്കുകയും ചെയ്തു. അന്ന് ആ ഒറ്റപ്പാലത്ത് UDFന്റെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന അവസരത്തിൽ ഈ സരിന് വേണ്ടി വോട്ട് ചെയ്യുവാനും, സരിന് വേണ്ടി പോസ്റ്റർ ഒട്ടിക്കുവാനും, സരിന് വേണ്ടി മുദ്രാവാക്യങ്ങൾ വിളിക്കുവാനും, സരിന് വേണ്ടി വോട്ട് അഭ്യർത്ഥനകൾ നടത്തുവാനും സരിന്റെ കൂടെ ഇടത്തും വലത്തുമായി ഒരുപാടധികം UDFന്റെയും മുസ്ലിം ലീഗിന്റെയും കോൺഗ്രസിന്റെയും പ്രവർത്തകർ അണിനിരന്നിട്ടുണ്ടായിരുന്നു. ആ തെരഞ്ഞെടുപ്പില് ഈ സരിൻ എന്ന് പറയുന്ന ചെറ്റ പൊട്ടി. ഇപ്പൊ തോന്നുന്നു ഈ ചെറ്റയൊന്നും ഒരിക്കലും നിയമസഭയുടെ പടി കാണരുത് എന്ന്. ഇപ്പൊ ഈ ചെറ്റ ഈ 2020 കഴിഞ്ഞ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ അവിടെ സ്ഥാനാർത്ഥിയാവണമെന്ന് ഇവൻ വളരെയധികം ആഗ്രഹിച്ചിരുന്നു. അതിന്റെ കാരണം എന്ന് പറയുന്നത് പാലക്കാട് മത്സരിച്ചാൽ വിജയിക്കുമെന്നുള്ള കാര്യം ഇവനിക്ക് ഉറപ്പായിരുന്നു. പാലക്കാട് മത്സരിച്ചാൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാലക്കാട് കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയായി മത്സരിച്ചാൽ വിജയിക്കുമെന്നുള്ള കാര്യം ഇവന് ഉറപ്പായിരുന്നു. അങ്ങനെയെങ്കിലും ഒരു MLA ആവണം എന്നുള്ള അതിയായ ആഗ്രഹത്തിന്റെ പുറത്ത് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിക്കുവാനുള്ള എല്ലാവിധ സജ്ജീകരണങ്ങളും സന്നാഹങ്ങളും തയ്യാറെടുപ്പുകളും ഈ പി സരിൻ എന്ന് പറയുന്ന ചെറ്റ നടത്തിയിരുന്നു, ഈ പരനാറി നടത്തിയിരുന്നു എന്നുള്ളതാണ്. അവസാനം പാലക്കാട്ട് അവിടെ കോൺഗ്രസ് സരിനെ സ്ഥാനാർത്ഥിയാക്കിയില്ല എന്ന് മാത്രമല്ല, അവിടെ രാഹുൽ മാങ്കൂട്ടത്തിനെ സ്ഥാനാർത്ഥിയാക്കി. രാഹുൽ മാങ്കൂട്ടം വിജയിച്ച് കയറി. രാഹുൽ മാങ്കൂട്ടത്തിനെ സ്ഥാനാർത്ഥിയാക്കിയപ്പോൾ ഈ ചെറ്റ ചെയ്ത അടുത്ത പണി എന്താ? ഇവൻ അതുവരെ കോൺഗ്രസിന്റെ കൂടെ നിന്ന് സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന്റെ തൊട്ടു മുൻപത്തെ നിമിഷം വരെ കോൺഗ്രസിന്റെ കൂടെ നിന്ന ചെറ്റ രാഹുൽ മാങ്കൂട്ടമാണ് സ്ഥാനാർത്ഥി എന്ന് അറിയുന്നതോടുകൂടി മറുകണ്ഠം ചാടുന്നു. ഈ പറയുന്ന അന്തംഗമ്മികളായിട്ടുള്ള സഖാക്കളുടെ കൂടെ കൂടുന്നു. ഇപ്പോ സരിന്റെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് പാലക്കാട്ടെ തോൽവി. അത് സരിൻ ആഗ്രഹിച്ചതല്ല, സരിൻ കണക്ക് കൂട്ടിയതല്ല എന്നുള്ളതാണ്. കണക്ക് കൂട്ടലുകൾ എന്തായിരുന്നു എന്ന് വോട്ട് നിന്ന് അന്ന് പോലും രാവിലെ മീഡിയകളിൽ വന്നിരുന്നു കൊണ്ട് സരിൻ വളരെ വ്യക്തമായി വിശദീകരിച്ചതല്ലേ. നിങ്ങൾ ആരും തിരക്ക് കൂട്ടരുത്. ആദ്യ റൗണ്ട് കഴിഞ്ഞാലും 2ാം റൗണ്ട് കഴിഞ്ഞാലും 3ാം റൗണ്ടിലെത്തുമ്പോൾ പിരിയാരിയിലെത്തുമ്പോൾ ഞാനങ്ങ് വിജയിച്ചു കയറുമെന്നായിരുന്നല്ലോ സരിന്റെ വാദം. എല്ലാ വാദങ്ങളെയും തള്ളിക്കൊണ്ട് പാലക്കാട്ടെ നിയമസഭയുടെ നിയോജക മണ്ഡലത്തിന്റെ ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന ഭൂരിപക്ഷത്തിൽ രാഹുൽ മാങ്കൂട്ടവും വിജയിച്ചു കയറി. അതിനുവേണ്ടി എല്ലാവിധ സന്നാഹങ്ങളും ഷാഫി പറമ്പിലും കോൺഗ്രസ് പ്രവർത്തകരും ലീഗിന്റെ പ്രവർത്തകരും UDFന്റെ പ്രവർത്തകരും ഒക്കെ ചേർന്ന് അങ്ങ് ഒരുക്കി കൊടുത്തു എന്നുള്ളതാണ്. ആ ഒരു സങ്കടം, ആ ഒരു വേദനയുണ്ടല്ലോ. കാരണം അത്രയധികം വെല്ലുവിളികൾ വെല്ലുവിളിച്ച് അവസാനം എല്ലാ വെല്ലുവിളികളെയും തകർത്ത് തരിപ്പണമാകുന്ന രീതിയിൽ തോറ്റു തുന്നം പാറിയ സരിൻ, അതിന്റെ വേദന സരിനെ വല്ലാതെ അലട്ടുന്നുണ്ട് എന്നുള്ളതാണ്. എല്ലാ അർത്ഥത്തിലും അപമാനിതനായി, പരിഹാസനായി,
എല്ലാ ദുഃഖഭാരങ്ങളും പേറിക്കൊണ്ടാണ് സരിൻ ഇപ്പോൾ ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. ഇന്നിപ്പോൾ സരിൻ്റെ അടുത്ത എതിരാളി എന്ന് പറയുന്നത് മുസ്ലിം ലീഗാണ്. മുസ്ലിം ലീഗിൻ്റെ വന്ധ്യനായ അധ്യക്ഷനായിരുന്ന മരണപ്പെട്ടു പോയ വഫാത്തായ മർഹൂം പാണക്കാട് സയ്യിദ് ഹൈദരലി ശിഹാബ് തങ്ങളെ കാൽ തൊട്ട് വന്നിച്ച് ഒറ്റപ്പാലത്തെ തെരഞ്ഞെടുപ്പിനിറങ്ങിയ വെറും ചെറ്റയാണ് ഈ സരിൻ എന്ന് പറയുന്നത്. അവിടെ മുസ്ലിം ലീഗിൻ്റെ വോട്ട് സരിനെ വിജയിച്ച് കയറണമെങ്കിൽ മുസ്ലിം ലീഗിൻ്റെ വോട്ട് വേണമെന്നുള്ള തിരിച്ചറിവിൽ നിന്നാണ് അന്ന് പാണക്കാട് തങ്ങളെ പോയി കണ്ട് മുസ്ലിം ലീഗിൻ്റെ അധ്യക്ഷനെ പോയി കണ്ട് അനുഗ്രഹം തേടിയത്. അങ്ങനത്തെ സരിൻ ഇന്ന് മുസ്ലിം ലീഗിനെ വർഗീയപരമായി വർഗീയ കക്ഷിയാക്കാനുള്ള തത്രപ്പാടിലാണ്. ഇന്നിപ്പോൾ പറയുന്നത് സരിൻ പറയുന്നത് മുസ്ലിം ലീഗിന് ഒറ്റക്ക് കഴിയാത്തത് കൊണ്ട് രണ്ട് കക്ഷികളെ കൂടെ കൂട്ടിയെന്നാണ്. ഒന്ന് വെൽഫെയർ പാർട്ടിയാണ്, മറ്റൊന്ന് ജമാഅത്തെ ഇസ്ലാമിയാണ്. ഈ സരിൻ അറിയാഞ്ഞിട്ടാണോ അറിഞ്ഞിട്ട് അറിയാത്ത ഭാവം നടിക്കുകയാണോ, അതല്ലെങ്കിൽ തങ്ങൾക്ക് കിട്ടാത്ത വോട്ടൊക്കെ അത് വർഗീയതയുടെ വോട്ടാക്കി മാറ്റാനുള്ള തത്രപ്പാടിലാണോ എന്നറിയില്ല. 2021 അതായത് ഈ പിണറായി വിജയൻ ഇന്ന് മുഖ്യമന്ത്രി കസേരയിൽ ഇരിക്കുന്ന ഈ 2021 നടന്ന തെരഞ്ഞെടുപ്പിൽ അന്ന് ഈ പറയുന്ന വെൽഫെയർ പാർട്ടിയും അന്ന് ഈ പറയുന്ന ജമാഅത്തെ ഇസ്ലാമിയുടെയും വോട്ട് പറയുന്ന CPM-നായിരുന്നു അന്ന്. പക്ഷേ സരിൻ, നിങ്ങൾ അന്ന് UDF-ന്റെ കൂടെയായിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ അന്ന് CPM-ന് കിട്ടിയത്, അന്ന് ജമാഅത്തെ ഇസ്ലാമിക്കാരുടെ വോട്ട്, അന്ന് വെൽഫെയർ പാർട്ടിക്കാരുടെ വോട്ട്, അന്ന് അതൊന്നും, അതായത് CPM-ന് അവരുടെ പിന്തുണ ലഭിക്കുമ്പോൾ LDF-ന് അവരുടെ വോട്ടുകൾ ലഭിക്കുമ്പോൾ അതൊന്നും വർഗീയതയുടേതല്ല. നേരെ മറിച്ച് അവരാരെങ്കിലും UDF-ന് വേണ്ടി വോട്ട് ചെയ്യുകയാണെങ്കിൽ അതൊക്കെ വർഗീയതയുടെ വോട്ടാണ്. പിന്നെ സരിൻ്റെ വാദം എന്ന് പറയുന്നത് ഈ പറയുന്ന മുസ്ലിം ലീഗ് എന്ന് പറയുന്നത് വർഗീയതയുടെ ഒരു RSSന് വോട്ട് ചെയ്യുന്നതിന് തുല്യമാണ് മുസ്ലിം ലീഗിന് വോട്ട് ചെയ്യുന്നത് എന്നുള്ളതാണ്. പക്ഷേ സരിനൊന്നും മനസ്സിലാക്കേണ്ടത്, മുസ്ലിം ലീഗിന് വോട്ട് ചെയ്യുന്നത് ആർക്ക് തുല്യമാണ് എന്നുള്ളത് അവിടെ നിൽക്കട്ടെ. ബട്ട് RSSന് വർഗീയ ശക്തിയാണ് എന്നുള്ള കാര്യത്തിൽ സരിന് യാതൊരുവിധ തർക്കവുമില്ലല്ലോ. അത് ഈ കേരളത്തിലുള്ള ഇന്ത്യ രാജ്യത്തുള്ള ആർക്കും തന്നെ, മതേതര വിശ്വാസികളായിട്ടുള്ള ആർക്കും തന്നെ ആ കാര്യത്തിൽ ഒരു തർക്കവുമില്ല. അങ്ങനെയാണെങ്കിൽ മിസ്റ്റർ സരിൻ, നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, താങ്കളുടെ ഇരട്ടച്ചങ്കൻ അത് ഞങ്ങളുടെ ഓട്ടച്ചങ്കനാണ്. താങ്കളുടെ കപ്പിത്താൻ അത് ഞങ്ങളുടെ ഒന്നുമല്ല, കപ്പിത്താനുമല്ല, ഒന്നുമല്ല. ഭൂലോക തോൽവിയായിട്ടുള്ള പിണറായി വിജയൻ കേരളത്തിൻ്റെ നിയമസഭയിൽ ആദ്യം എത്തുന്നത്, കേരളത്തിൻ്റെ നിയമസഭയുടെ പടി ആദ്യമായി കാണുന്നത് പിണറായി വിജയൻ കാണുന്നത് അന്ന് RSSന്റെ വോട്ട് പരസ്യമായി കൂട്ടുപിടിച്ചുകൊണ്ട് RSSന്റെ പിന്തുണയോടുകൂടി അവരുടെ വോട്ട് വാങ്ങിയിട്ടാണ് ആദ്യമായിട്ട് ഈ പിണറായി വിജയൻ ഈ പറയുന്ന കേരളത്തിൻ്റെ നിയമസഭയിലേക്ക് ആദ്യം കടന്നു വരുന്നത്. അന്ന് മാത്രമല്ല കേട്ടോ, അത് കഴിഞ്ഞിട്ടും എന്തിനധികം ഈ പറയുന്ന നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നതിൻ്റെ തൊട്ട് മുന്നത്തെ ദിവസമല്ലേ MV ഗോവിന്ദൻ വിടുവായുധം പറഞ്ഞത്, ഞങ്ങൾ പലപ്പോഴും RSSുമായി സന്ധി ചെയ്തിട്ടുണ്ട്, അവരുടെ പിന്തുണ ഞങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത്. അതായത് നിങ്ങൾ അധികാരത്തിലെത്തിയതും നിങ്ങൾ അധികാരത്തിൽ വരാതെ നിങ്ങൾ പല തെരഞ്ഞെടുപ്പുകളിലും വിജയിച്ചു കയറിയതുമൊക്കെ RSSന്റെ പിൻബലത്തോടെയായിരുന്നു. അപ്പോൾ അതിനെക്കുറിച്ച് സരിൻ എന്താണ് പറയാനുണ്ടാവുക? മുസ്ലിം ലീഗിന് വോട്ട് ചെയ്യുന്നത് RSSന് തുല്യമാണെങ്കിൽ, RSS ഒരു വർഗീയ ശക്തിയാണെങ്കിൽ, ആ വർഗീയ ശക്തികളുടെ വോട്ട് വാങ്ങിക്കൊണ്ട് ഇന്ന് അധികാരത്തിലിരിക്കുന്ന ഈ പിണറായി വിജയനെ കുറിച്ച് ഈ പറയുന്ന സരിന് എന്ത് പറയാനുണ്ടാകും? അത് നിങ്ങളുടെ പാർട്ടി സെക്രട്ടറി പോലും പല ആവർത്തി പിണറായി വിജയനും സമ്മതിച്ച കാര്യമാണ്. ഈ പറയുന്ന MV ഗോവിന്ദൻ, ഇപ്പോഴത്തെ നിങ്ങളുടെ പാർട്ടി സെക്രട്ടറി ആയിരിക്കുന്ന MV ഗോവിന്ദനും അംഗീകരിച്ച കാര്യമാണ്. അങ്ങനെ വരുമ്പോൾ അതിനെക്കുറിച്ച് ഈ പറയുന്ന ചെറ്റ സരിന് എന്താണ് പറയാനുള്ളത് സരിനെ? അതുകൊണ്ട് സരിനെ, ഞാൻ ഒരു കാര്യം നിന്നെ വീണ്ടും ഓർമ്മിപ്പിക്കാം. നീ ഒരു ചെറ്റയാണ്, പരമ ചെറ്റയാണ്. അങ്ങനത്തെ ചെറ്റയായ നീ കണ്ടോ, നീ എഴുതി വെച്ചോ, നീ 2026 തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ടാണ് ഈ പറയുന്ന നാടകങ്ങളൊക്കെ കളിക്കുന്നതെങ്കിൽ സരിനെ, നീ ഒരിക്കൽ പോലും നിയമസഭയുടെ പടി കാണില്ലെന്നുള്ള കാര്യം നീ ഉറപ്പിച്ചോ.